അപ്പൊ ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ തവക്കലിലൂടെ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാം ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. കാരണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഉള്ളത് കൊണ്ട് നാം ജീവിതത്തിൽ തൃപ്തിപ്പെടാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കെന്താണ് ഒരുപാടൊന്നും നമുക്ക് ഈ ദുനിയാവിൻ്റെ പിറകെ പോകേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ ഉള്ളത് കൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അത് ചെറുതാണെങ്കിലും അതിൻ്റെ മൂല്യം മഹത്വം മനസ്സിലാക്കി അത് എത്രമാത്രമാണ് അതിൻ്റെ മൂല്യമെന്ന് അതിൻ്റെ മഹത്വമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് തൃപ്തിപ്പെട്ടുകൊണ്ട് നാം ഈ ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിൽ നാം ആണ് ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4 കാര്യങ്ങൾ ഏതൊരുവന്റെ ജീവിതത്തിൽ കിട്ടിയോ ലഭിച്ചോ അവൻ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ ഏതാണെന്ന് പറഞ്ഞു തരട്ടെ. ഒരു ഹദീസ് കേട്ടോളിൻ. അൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അർബഉം മിനസ് സഅദതി, അർബഉം മിനസ് സഅദ, 4 കാര്യങ്ങളുണ്ടല്ലോ അത് സൗഭാഗ്യങ്ങളിൽ പെട്ടതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുമ്പോ ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങളുണ്ടല്ലോ അതുണ്ടല്ലോ ജീവിതത്തിലെ ഒരുപാട് ആഡംബരമായി ലഭിക്കണമെന്നല്ല പറയുന്നത്. അതായത് മിതത്വമായ രീതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കലാണ്. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന്. ആ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നാൽ ഈ പറയാൻ പോകുന്ന 4 സൗഭാഗ്യങ്ങൾ ആഡംബരമില്ലാതെ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലാണോ ലഭിക്കുന്നത് അവൻ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ? കേട്ടോളിൻ. അതിലെ ഒന്നാമതായി അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? അൽ മർഹതു സാലിഹ, ഒരു സാലിഹായ ഇണയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു ഇണയെ, ഏതൊരുവനെ, ഏതൊരുവളക്ക് ലഭിച്ചുവോ അവർ ഭാഗ്യം സിദ്ധിച്ചവരാണ്. അവർക്ക് വലിയൊരു സൗഭാഗ്യമാണ് ഈ ദുനിയാവിൽ ലഭിച്ചതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഒരു സാലിഹായ ഒരു പെണ്ണിനെ ഒരു ഭർത്താവിന് ലഭിക്കുകയും അതുപോലെ തന്നെ ഒരു ഭർത്താവിന് സാലിഹത്തായ ഒരു ഭാര്യ ലഭിക്കലും, അതായത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ ദീൻ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു ഇണകളെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കണം, നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൽ നമ്മെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെ
ലഭിക്കുക എന്നത് ജീവിതത്തിൽ എത്രയോ വലിയ ആനന്ദകരമാണ്. എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും പരസ്പരം മനസ്സിലാക്കുന്ന രണ്ടാളുകൾ തമ്മിലാണ് ഒരുമിക്കുന്നതെങ്കിലോ അത് ആ ജീവിതം എത്രയോ സന്തോഷകരമായിരിക്കും, എത്രയോ ആനന്ദകരമായിരിക്കും നാം മനസ്സിലാക്കുക. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നാം ദീനുള്ളവരെ തിരഞ്ഞെടുക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് പല കുടുംബത്തിൽ എന്നാലും സൗന്ദര്യത്തിന്റെ വിഷയത്തില് പല പെൺകുട്ടികളും പല ഭാര്യമാരും വേദന സഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരിലും ഉണ്ട്, ആണുങ്ങളിലും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഈ വിനീതന്റെ ഈ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന്റെ ഭാര്യ പറയുകയാണ്, ഉസ്താദ് സൗന്ദര്യം വെക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളെ സൂറത്ത് റഹ്മാൻ ഓതാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വേണ്ട സൗന്ദര്യം അല്ലാഹ് തരുമെന്ന് പറഞ്ഞു. സംഭവം എന്താണ്? ഈ സൗന്ദര്യത്തിന്റെ പേരിൽ അമ്മായിയമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ലടോ, സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയട്ടെ, ഈ വിനീതൻ എന്നൊരു സ്ഥലത്തൊരു ദുആയ്ക്ക് പോയി. അപ്പൊ അവിടെ നിന്ന് ഒരു വലിയ ഒരു പ്രയാസത്തോടു കൂടിയും വിഷമത്തോടു കൂടിയും അവിടുത്തെ ഒരു ഉമ്മയും വാപ്പയും, ആ ഉമ്മയും വാപ്പയും ഉള്ളൂ, അവര് നമ്മളോട് ഒരു വിഷമം പറഞ്ഞു. ആരെക്കുറിച്ചായിരിക്കും സ്വാഭാവികമായിട്ട് പറയുന്നത്? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതാണ് പ്രിയപ്പെട്ടവരെ, സൗന്ദര്യം. പെണ്ണ് നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്, കാണാൻ നല്ല രസമാണ്. പക്ഷേ എന്തേ? സമാധാനമില്ല വീട്ടിൽ, കുടുംബത്തെ സമാധാനമില്ല. നാം മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താണ്, സൗന്ദര്യത്തിന്റെ പുറകിലല്ല നാം പോകണ്ടേ. ഇപ്പൊ ഒരു വാഹനം നാം വാങ്ങിക്കുമ്പോൾ പുറം എത്ര നല്ലതാണെങ്കിലും കളറും ഡിസൈനും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എൻജിൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ആ വണ്ടി കൊള്ളാവോ? നമ്മൾ ചിന്തിക്കണം, കൊള്ളാവോ? ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നാം പ്രാധാന്യം നൽകേണ്ടത് എന്താണ്? സൗന്ദര്യത്തിനല്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തില് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ എന്താണ്, ഒരു പുരുഷനെ ഒരു പെണ്ണ് വിവാഹം കഴിക്കാൻ പോകുമ്പോഴും സൗന്ദര്യത്തിലല്ല നാം പ്രാധാന്യം നൽകേണ്ടത്. പിന്നെയോ എന്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്? കേട്ടോളിൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, നീ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ, അതുപോലെ തന്നെ ഒരു ആണിനെ ഒരു പെണ്ണ് വിവാഹം കഴിക്കാൻ പോകുമ്പോഴും അവിടെ നോക്കേണ്ടത് എന്താണെന്നറിയുമോ? ആഡംബരമായ വസ്തുക്കളുണ്ടോ എന്നല്ല നോക്കേണ്ടത്, സമ്പത്തിനല്ല പ്രാധാന്യം നൽകേണ്ടത്, സാമ്പത്തികമായ വിഷയത്തിലല്ല നാം പ്രാധാന്യം നൽകേണ്ടത്. പിന്നെ എന്തിനാണെന്നറിയുമോ? അവരിൽ ദീനുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഒരാണ് നോക്കേണ്ടത് അവളിൽ ദീനുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഒരു ആണിനെ നീ വിവാഹം കഴിക്കാൻ പോകുമ്പോഴും അവിടെയും നീ നോക്കേണ്ടത് അവരിൽ ദീനിലുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അല്ലാതെയുണ്ടല്ലോ ഒരുപാട് സമ്പത്തിന്റെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, സൗന്ദര്യത്തിന്റെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞാലും ജീവിതത്തിൽ സന്തോഷം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് അവരിൽ ദീനുണ്ടോ, ഇതെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ദീനുണ്ടെങ്കിൽ സൗന്ദര്യത്തിനും പരിഹാരമാണ്, എല്ലാത്തിനും പരിഹാരമാകും. കാരണം കുടുംബജീവിതം എന്ന് പറയുന്നത് 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 1 മാസമൊക്കെ നീണ്ടു നിൽക്കേണ്ടതല്ല, അങ്ങ് നീണ്ടു നിൽക്കേണ്ടതാണ്. ജീവിതം മരണം വരെയും നമുക്ക് നീണ്ടു നിൽക്കേണ്ടതാണ്. അപ്പൊ അതിനനുസരിച്ച് നല്ല കുടുംബത്തിൽ നിന്ന്, നല്ല ദീനുള്ള കുടുംബത്തിൽ നിന്ന്, നല്ല ദീനുള്ള ദീനി ചിട്ടയോടെ വളർന്നു വന്നവരെ വേണം നാം വിവാഹം കഴിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
അതിന് നീ നന്നാകണം പ്രിയപ്പെട്ടവരെ. നമുക്ക് നല്ല ഇണകളെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാം നന്നാകണം. ഇന്ന് അതായത് നല്ല ആളുകളെ വിവാഹം കഴിച്ചാലും ജീവിതത്തിൽ സമാധാനം പോകുന്ന ഓരോ കാലഘട്ടമാണ്. നല്ലവരെ വിവാഹം കഴിച്ചതിന്റെ പേരിലല്ല, നല്ലവനെന്ന് തോന്നിപ്പിച്ച് വിവാഹം കഴിപ്പിക്കുന്ന ആളുകൾ. മനസ്സിലായോ? നമുക്ക് പുറമെ ഇപ്പൊ എന്താണ്, എല്ലാ രീതിയിലും എല്ലാം കൊണ്ടും മനോഹരമായ ആളായിട്ട് നമുക്ക് തോന്നും. എല്ലാം കൊണ്ട് അവന് ദീനുണ്ട്, അങ്ങനെയാ മറ്റേതാ മറിച്ച എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ദീനുണ്ടോ എന്ന് നോക്കേണ്ടത് എവിടെയാണ് പോയി അന്വേഷിക്കേണ്ടത്? ഒന്നെങ്കിൽ ഒരു വിവാഹം നടക്കുമ്പോൾ നാം പോയി അന്വേഷിക്കേണ്ടത് എവിടെയാണ്? ആ പയ്യന്റെ അല്ലെങ്കിൽ അവളുടെ മഹല്ലുകളിലെ ഇമാമിങ്ങളുമായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ അവരെ കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാണ് പോയി അന്വേഷിക്കേണ്ടത്? നമ്മുടെ വീടിന്റെ, ആ പെണ്ണിന്റെ ആ പയ്യന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസികളോട് ചോദിക്കണം അവരെ കുറിച്ച്. അങ്ങനാണെങ്കിൽ ഓക്കെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? നീ നല്ലവനാണോ അല്ലയോ എന്ന് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? അത് അയൽവാസികളോട് ചോദിക്കണമെന്ന് ചോദിച്ചാൽ അറിയാമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ ഹദീസ്, ഞാൻ എടുത്തിരിക്കുന്ന ഈ ഹദീസ് 4 സൗഭാഗ്യങ്ങളിൽപ്പെട്ട ഒരു സൗഭാഗ്യമാണ് അയൽവാസികൾ. ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ നമുക്ക് കടക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദീനുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നാം നല്ലതാകണം. നല്ല പുരുഷന്മാരൊക്കെ നല്ല സ്ത്രീകളെയും, നല്ല സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാരെ ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് നാം നല്ലവരായാൽ നമുക്ക് നല്ല ഇണകളെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. കേട്ടോളൂ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ആയത്താണ്, കേട്ടോളൂ. بسم الله الرحمن الرحيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നല്ല പുരുഷന്മാർക്ക് നല്ല സ്ത്രീകളെയും നല്ല സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാരെയും ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ഈ പ്രഖ്യാപനം നാം മറന്നു പോകരുത് മുഅ്മിനീങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് നാം നല്ല പുരുഷന്മാരും നല്ല സ്ത്രീകളുമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ആളുകളെ നമുക്ക് ലഭിക്കും. അള്ളാഹു അടുപ്പിച്ചു തരും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിന് നാം നല്ലവരായി തീരുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്ന് കേവലം വിവാഹം കഴിക്കാൻ, സത്യം പറഞ്ഞാല് ചുരുക്കം പറഞ്ഞാൽ ഇന്ന് പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ ഭയമാണ്, പേടിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ കാലഘട്ടത്തിന് അനുസൃതമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. വിശുദ്ധമായ ഖുർആനും ഹദീസും ഒക്കെ എത്രയോ സത്യമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് പുലർന്നിരിക്കുകയില്ല. ദീനില്ലാത്തൊരവസ്ഥകളിലേക്ക് കടന്നു വന്നപ്പോൾ എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് തകർന്നടിഞ്ഞു പോയത്. ഭാര്യയ്ക്ക് ഭർത്താവിന് വിലയില്ല, ഭർത്താവിന് ഭാര്യയ്ക്ക് വിലയില്ല. അങ്ങനെയുള്ളൊരവസ്ഥ, പരസ്പരം വിലയില്ലാത്ത, വാല്യൂ നൽകാത്തൊരു ജീവിതമായി പോയി നമ്മുടെയൊക്കെ ഇന്ന് ജീവിതം. വെറും റീൽസ് വീഡിയോകളിലും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമ്മൾ എന്താണ്, വെറും കോമാളികളായി തീരുന്ന രീതിയിൽ റീൽസ് വീഡിയോകളാക്കുന്ന ഒരു കപ്പിൾസായി മാറി നമ്മുടെ കുടുംബജീവിതം, അല്ലേ? നാം മനസ്സിലാക്കണം. ഇന്ന് കൂടുതലും എന്താണ്, ഈ സോഷ്യൽ മീഡിയ അധികരിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ രഹസ്യങ്ങൾ പോലും ഇന്ന് പരസ്യപ്പെടുത്തുന്ന ഒരു കാലമായി മാറി.
ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൻ്റെ ദാമ്പത്തിക ജീവിതത്തിലെ രഹസ്യങ്ങള്, അതായത് മണിയറ രഹസ്യങ്ങള് പുറത്തു പറയുന്നവൻ അവൻ ശപിക്കപ്പെട്ടവനാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, അവർ ആൺ പിശാചുക്കളും പെൺ പിശാചുക്കളുമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെൻസസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളൊക്കെ എന്താണ്, ഭർത്താവിനോട് ഒക്കെ ഒതുക്കി പറയുന്ന വർത്തമാനമായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഞാൻ എല്ലാവരുടെയല്ല, മുസ്ലിം സമുദായത്തിന്റെ ആളുകളോട് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇത് എല്ലാവരോടും ചേർത്തല്ല ഞാൻ പറയുന്നത്. ഞാൻ മുസ്ലിം സമുദായത്തില്, അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളോട് പറയുന്നെന്ന് പറഞ്ഞാല് ദീൻ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഈ മെൻസസ് എന്ന് പറയുന്നത് മണിയറ രഹസ്യത്തിൽപ്പെട്ടതാണ്. അതായത് കുടുംബജീവിതം, ദാമ്പത്തിക ജീവിതത്തിലെ രഹസ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നാം മനസ്സിലാക്കണം, പണ്ടൊക്കെ അത് ഭർത്താക്കന്മാരിൽ നിന്നത് പറഞ്ഞ ആവശ്യ അനുസരണം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന് അത് പരസ്യപ്പെടുത്തുന്ന കാലമായി മാറി. എനിക്ക് മെൻസസ് ആണ്, മെൻസസ് വരുമ്പോ ഇങ്ങനെയാണ് അങ്ങനെയാണ്, എത്രയോ റീൽസ് വീഡിയോകളാണ് ചെയ്യുന്നത്. ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് ചുമ്മാ കളിയാക്കുന്ന രീതിയിൽ, ഒരു പെണ്ണിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ എന്താണ്, ഒരു സമൂഹത്തിലെ ആണുങ്ങളെ മാത്രം അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന രീതി, ആ രീതിയിലൊക്കെ പരസ്യപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഇന്ന് സത്യം പറഞ്ഞാല് പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ ഭയമായി വരുന്ന ഒരു കാലമായി എനിക്ക് തോന്നുന്നു. കാരണം ഈ വിനീതൻ ഒരിക്കൽ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഈരാറ്റുപേട്ടയിലുള്ള ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്, പാവം. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, അമീൻ ഉസ്താദ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് വന്ന് പരിചയപ്പെട്ടു. ഉസ്താദിന്റെ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്, ഒരുപാട് സംശയങ്ങളൊക്കെ നമുക്ക് ഉസ്താദിന്റെ പ്രസംഗത്തിലൂടെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അൽഹംദുലില്ലാ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രസംഗത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാ. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ എന്നെ അങ്ങ് പരിചയപ്പെട്ടു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ഉസ്താദെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇസ്ലാമില് വിവാഹം കഴിക്കാതെ മുന്നോട്ട് ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവിവാഹിതനായി ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ആ ചെറുപ്പക്കാരൻ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല മോനെ. കാരണം നമ്മള് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വിവാഹം കഴിക്കണമെന്നാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്താണ്. എന്നിട്ട് ആ വിവാഹം കഴിക്കുന്നതിലൂടെ അവനുണ്ടാകുന്ന നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഹദീസുകൾ ഓതി അവന് പറഞ്ഞു കൊടുത്തു. നിനക്ക് ഒരു പെണ്ണിനെ നോക്കാൻ കഴിവുണ്ടെങ്കിൽ, എല്ലാ രീതിയിലും കഴിവുണ്ടെങ്കിൽ ഫലതസവ്വജ്, നീ വിവാഹം കഴിക്കണം മോനെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞത്, ഓ ഉസ്താദെ, ഇന്ന് സത്യം പറഞ്ഞാൽ വിവാഹം കഴിക്കാനായിട്ട് ഒരു താല്പര്യം തോന്നാത്തൊരവസ്ഥയാണ്. ഇന്ന് സ്ത്രീകളോടൊക്കെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി ഉസ്താദെ എന്ന് പറഞ്ഞു. ഞാൻ എന്താ കാരണം? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്ത്രീകൾക്ക് ഒരു ഫാഷൻ രീതിയിൽ ജീവിക്കാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ആഡംബരമാണ്. നമ്മൾ പാവപ്പെട്ടവർ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഗൾഫിൽ പോയി ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ആ സമ്പാദ്യം കൊണ്ട് നമ്മൾ ഒരു വിവാഹം കഴിക്കുമ്പോൾ കടക്കാരനായി മാറുകയാണ്. മുട്ടായി കൊടുപ്പും മറ്റേത് കൊടുത്ത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കൊണ്ട് വലിയ മാനസികമായ പ്രശ്നമാണ് ഉസ്താദെ. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം വിവാഹം കഴിക്കാത്തത്. മഞ്ഞ കല്യാണം, മറ്റേ കല്യാണം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് രണ്ടാമതായി പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളില് ഒരു വലിയ പ്രശ്നമുണ്ട്. ആണുങ്ങളെ മുഴുവനും അടിച്ച് താഴേക്കിടുന്ന ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും, അതായത് സ്ത്രീകള് അവര് ഔറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കും. പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു ഔറത്ത് മറയ്ക്കാതെ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഒരു പെണ്ണ് വരുമ്പോ സ്വാഭാവികമായിട്ട് ഉസ്താദ് നമ്മളെ പോലുള്ള ചെറുപ്പക്കാർ, വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർ അറിയാതെ ആയാലും നോക്കി പോവല്ലോ.
ഇത് കാണിക്കാൻ നോക്കാൻ പാടില്ല. എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞരമ്പ് രോഗികളാണെന്ന് പറഞ്ഞ് താറടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കടന്നു വരുന്നു. ഇങ്ങനത്തെ സ്ത്രീകളാണ് ഇന്നത്തെ കൂടുതലും എന്ന് പറഞ്ഞ് ഒരു ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ആ ചെറുപ്പക്കാരൻ എന്തെങ്കിലും മാനസികമായ പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ അല്ല, നമ്മൾ മനസ്സിലാക്കണം, ആ ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സത്യത്തില് ഞാനൊന്ന് പറയട്ടെ, ഈ ആണുങ്ങളിൽ മാത്രമല്ല ഞരമ്പ് രോഗമുള്ളവർ, സ്ത്രീകളിലും ഞരമ്പ് രോഗമുള്ളവരുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഈ അന്യ ആണുങ്ങളെ കാണിക്കണമെന്ന രീതിയിൽ ഇറുകിയ വസ്ത്രം ഇടുകയും, ഞാൻ ഇത് സംസാരിക്കുന്ന മുസ്ലിം സമുദായത്തിൽ അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരോട് മാത്രമാണ് പറയുന്നത്, അല്ലാത്തവരോടൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കണം, ഇന്ന് ആണുങ്ങളിൽ മാത്രമല്ല ഈ ഞരമ്പ് രോഗമുള്ളത്, ചില സ്ത്രീകളിലും ഞരമ്പ് രോഗമുള്ളവരുണ്ട്. ഈ അന്യ ആണുങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്താണ്, ഈ ഇറുകിയ വസ്ത്രങ്ങള്, ഔറത്ത് വെളിവാക്കിക്കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന, അതൊരു ഞരമ്പ് രോഗമല്ല. നാം ഒന്ന് ചിന്തിക്കണം. അപ്പൊ അങ്ങനെ സ്ത്രീകൾ വസ്ത്രം ധരിക്കും, അങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആണിന് പ്രശ്നമാണ്. ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കണം, ഈ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഒരു പെണ്ണ്, ഈ ഇടയ്ക്ക് ഏതോ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഉസ്താദിന്റെ പ്രഭാഷണം ഞാൻ കേട്ടോണ്ടിരിക്കാൻ നേരം ഇങ്ങനെ ഒന്ന് സ്ക്രോപ്പ് ചെയ്ത് മറിച്ചു പോയത്. അപ്പൊ ഒരു ഔറത്ത് വെളിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ്, അതായത് അവള് വസ്ത്രം ഉടുത്തിട്ടുണ്ട്, പക്ഷെ വസ്ത്രം ഉടുക്കാത്തൊരവസ്ഥയിലേക്ക് പോയി. എന്ത് ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ഈ അണിഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ആരെങ്കിലും കയറി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്നവൻ ആരായി? തെറ്റുകാരന്. എന്നാൽ ഇതിനെ വശം വെച്ചു കൊടുത്തത് ആരാണ്? അതിവിടെ ചർച്ചയില്ല, സംസാരമില്ല. എങ്ങോട്ടാണ് നമ്മുടെ ഈ ഒരു ലോകത്തിന്റെ പോക്ക് എന്ന് നാം ചിന്തിക്കണം. വിഡ്ഢിത്തരത്തിലോട്ടല്ലേ നമ്മൾ പോകുന്നതെന്നൊന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും കയറിയിട്ട് ചില മുസ്ലിം കപ്പിൾസ്, അങ്ങനെ തന്നെ പറയുകയാണ്, കപ്പിൾസ്, അതായത് ഭാര്യ ഭർത്താക്കന്മാര് വ്ളോഗ് ചെയ്യുന്നുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിൽ എന്താണ് കുഴപ്പം? അവൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ, അവൾക്ക് അരമുറി വസ്ത്രം ധരിക്കുന്നത് ഇഷ്ടമെങ്കിൽ അവൾ ധരിക്കട്ടെ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെയും കുറെ ആളുകൾ. ഇപ്പൊ ഒരു മുസ്ലിം ഒരു പെണ്ണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലേക്ക് എന്താണ്, അവള് വീഡിയോകളൊക്കെ ഇടുമ്പോൾ ആദ്യം തന്നെ അവളെ എന്താണ് വഴി പിഴപ്പിക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾ കടന്നു വരുന്നുണ്ട്. അത് അവര് മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു പെണ്ണിന്റെ വികാരം എന്ന് പറഞ്ഞ ലൈംഗിക വികാരം എന്ന് പറഞ്ഞാലും ഒരു ആണിന്റെ ലൈംഗിക വികാരം എന്ന് പറഞ്ഞാലും രണ്ടും രണ്ട് രീതിയാണ്. രണ്ടും രണ്ട് സൃഷ്ടിപ്പ് രീതിയാണ്. അള്ളാഹുവിന്റെ രണ്ട് സൃഷ്ടിപ്പ് രീതികളാണ് അവരുടെ ലൈംഗിക വികാരം എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞത്, ആണിന്റെ ലൈംഗിക വികാരം എന്ന് പറയുന്നത് വാർദ്ധക്യം അല്ലാത്തതുപോലെയാണ്. എന്നാൽ ഒരു പെണ്ണിന്റെ ലൈംഗിക വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് വാർദ്ധക്യം ചെന്നതുപോലെയാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊന്നും ഒരു ആണിന്റെ ഔറത്ത് കണ്ടാലോ അങ്ങനെയൊന്നും സംസാരത്തിലൂടെ ഒന്നും പെണ്ണിന് വികാരം വരൂല, ലൈംഗിക വികാരം. പക്ഷെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൃഷ്ടിപ്പിന്റെ രീതി വ്യത്യാസമുണ്ട്. പെണ്ണിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ലൈംഗിക വികാരം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഔറത്ത് ഒരു പെണ്ണിന്റെ കാണുമ്പോൾ വികാരം വരും. ഇങ്ങനെ വികാരം വരും എന്ന് പറയുമ്പോൾ ഈ പറയുന്നവർ ഇന്നത്തെ കാലത്ത് എന്താണ്? സത്യം തുറന്നു പറയുന്നവർ ഞരമ്പ് രോഗികളായി മാറി. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കയറി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ തലയത്തുണി ഒന്ന് മാറ്റിയിട്ട് കളിക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കുമെന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും, അവൻ നല്ലവനാണ് എന്നിങ്ങനെ പറയും. അതിനനുസരിച്ച് അവർ ഓരോ ദിവസം വീഡിയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് അവരുടെ വസ്ത്രധാരണയും മാറ്റും. അങ്ങനെ വസ്ത്രധാരണ മാറ്റി അവസാനം പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. സത്യത്തിൽ ഇവന്മാരല്ലേ ഞരമ്പ് രോഗികള്?
ഇവന്മാര് പറയുന്ന കേട്ടിട്ട് ഒരുപക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരുടെ ലൈംഗിക വികാരം വാർദ്ധക്യം ചെന്നതുപോലെ പെട്ടെന്ന് അവർക്ക് വരൂല. അപ്പോൾ അതേസമയം ഒരു പെണ്ണിന് ഒരാണിന്റെ മടിയിൽ കയറിയിരിക്കുമ്പോഴും തോളെ കൈയിടുമ്പോഴും അവള് കോമൺ ആയിട്ട് ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാൻ കഴിയൂല. എന്നാൽ അങ്ങനെ ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ചിന്തിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഞരമ്പ് രോഗിയാണ്, മനസ്സിലാക്കിക്കോണം. അവൻ ഞരമ്പ് രോഗിയാണ്. കാരണം അവനറിയാം അവൻ അതേപോലെ സംസാരിക്കുന്ന എന്തിനാണ്, അവളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവളുടെ ശരീരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അതിനു വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ആ ചതിക്കുഴി എൻ്റെ സഹോദരിമാര് മനസ്സിലാക്കാതെ പോകരുത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഈ പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടണമെന്ന് പറയുന്നത്. ചില ഭർത്താക്കന്മാര് ചില സ്ത്രീകളെ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാം നൽകിയ ഒരു വസ്ത്രധാരണ, ആ വസ്ത്രധാരണയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരാണെങ്കിലും എന്താണ് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കും. അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെ എന്ന്. അതെന്തുകൊണ്ടാണ് ഒരു വിവാഹം കഴിച്ച് മക്കളൊക്കെ ആയിട്ടും ആ സ്ത്രീ അങ്ങനെ പറയുമ്പോൾ ആ ഭർത്താക്കന്മാര് പറഞ്ഞു കൊടുക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരുപക്ഷെ നാം മനസ്സിലാക്കണം, ഭർത്താക്കന്മാര് മനസ്സിലാക്കണം, ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ഓരോ പ്രായത്തിനും അതിനനുസരിച്ചുള്ള വികാരങ്ങൾ വരും. ഇപ്പോൾ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം 12 വയസ്സിന്റെ 12 കഴിഞ്ഞ് 13 കടക്കുമ്പോൾ ഉള്ള സമയത്തുള്ള ഒരു വികാരമല്ലായിരിക്കും 20 വയസ്സാകും. 20 വയസ്സിന്റെ വികാരമല്ലായിരിക്കും 25 വയസ്സാകുമ്പോഴുള്ള വികാരം. 25 വയസ്സാകുമ്പോഴുള്ള വികാരമല്ലായിരിക്കും 30 വയസ്സ് 40 വയസ്സ് അങ്ങനെ പോകുമ്പോൾ അവനുണ്ടാകുന്നത്. അവന്റെ വികാരങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരും, മനസ്സിലാക്കണം. പിന്നെ ഇന്നത്തെ ഹോർമോൺ അനുസരിച്ച് ഭക്ഷണത്തിന്റെ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, പലർക്കും പഠനങ്ങൾ പറയുന്നുണ്ട്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം, അങ്ങനെ കുറഞ്ഞു ഇവനിൽ വരുമ്പോ എന്താണ്, ഇവൻ സംഭവം എന്താണ്, വാർദ്ധക്യം ചെന്നതുപോലെ തന്നെ പെണ്ണുങ്ങളെ പോലെ സ്ത്രീകളുടെ ലൈംഗിക വികാരം പോലെ വാർദ്ധക്യം ചെന്നതുപോലെ ആകുമ്പോൾ ഇവനും അങ്ങ് കോമൺ ആയിട്ട് അങ്ങ് ചിന്തിക്കും. അങ്ങനെ ഭർത്താക്കന്മാരിലേക്ക് ഭാര്യമാര് പറയും, എനിക്ക് സ്വാതന്ത്ര്യമില്ലേ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനായിട്ട്, എന്ത് അരമുറി വസ്ത്രം ഇടാനായിട്ട് ആഗ്രഹമില്ലേ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഭർത്താവും അത് ശരിയാണല്ലോ, അവക്കും അങ്ങനെയൊക്കെ നടക്കാൻ ആഗ്രഹമില്ലേ, അതിലെന്താ കുഴപ്പം, അവൾക്കും സ്വാതന്ത്ര്യമില്ലേ എന്ന് ചിന്തിച്ച് പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ മുന്നോട്ട് വന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ചെറുപ്രായം, അതേ പ്രായത്തിലുള്ള ചെറുപ്പക്കാരും ഈ ഭൂലോകത്ത് വളർന്നു വരുന്നുണ്ട്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ, അങ്ങനെ യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അവര് പറയുന്നത്, അങ്ങനെ വസ്ത്രം ഇടുമ്പോൾ പുരുഷന്മാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഞരമ്പ് രോഗമാണെന്ന് പറയുമ്പോൾ അത് വളരെ ഡിപ്രഷനിലേക്കും മനപ്രയാസങ്ങളിലേക്കും ഒക്കെ വലിയ വിഷയത്തിൽ മെന്റലി പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് വളർന്നു വരുന്ന ചെറുപ്പക്കാര് നമ്മൾക്ക് താഴെയുള്ളവരുണ്ടെന്ന് മനസ്സിലാക്കണം. ചെറുപ്പക്കാര് ആ മക്കളിലേക്ക് എന്താണ് ഡിപ്രഷനും പ്രശ്നങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇതുപോലുള്ള യൂട്യൂബ് വ്ളോഗുകൾ ചെയ്യുന്നവരിൽ നിന്ന്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കുക, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ചതിയിൽ പെട്ടുപോകരുത്. നിങ്ങളെ കൊടുക്കാനായിട്ട്, നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾ തന്നെ ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഒരു പെണ്ണ് എന്താണ് യൂട്യൂബിൽ കയറി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കിടന്ന് വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അവളോട് പറയുന്നത് എന്താണ്, ഇപ്പൊ തട്ടവിട്ട് മുസ്ലിം പെണ്ണിനെ തന്നെ പറയാം, ഒരു മുസ്ലിം പെണ്ണ് കയറിയിട്ട് തട്ടവൊക്കെ ഇട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആദ്യമേ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറയും. ആ തട്ടം അങ്ങോട്ട് മാറ്റുമായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ അഴകാണ് എന്ന് പറയുമ്പോൾ ഇവള് സ്വാഭാവികമായിട്ട് ചിന്തിക്കും, അവൻ പറഞ്ഞതിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ട്, അവൻ നല്ലവനാണ് എന്ന് ചിന്തിക്കും.
അങ്ങനെ പിന്നീട് അടുത്ത വീഡിയോയിൽ ആ തട്ടം അങ്ങോട്ട് മാറ്റും, പിന്നെ ഒരു വസ്ത്രവും ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ കൂടുതലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന് അവർക്ക് തന്നെ ഒരു തോന്നൽ വരും. അപ്പൊ ആ ഒരു തോന്നലിലൂടെ മാനസികമായിട്ട് എന്താണ്, ഒരു പെണ്ണിലേക്ക് ഒരു അടുപ്പം അവൻ സ്ഥാപിക്കാൻ നോക്കും. ആ ഞരമ്പ് രോഗമുള്ളവൻ സ്ഥാപിക്കാൻ നോക്കും. അതിലൂടെ എന്ത് ചെയ്യും? ആ പെണ്ണിനെ വഴി പിഴപ്പിക്കും. പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ലിംഗസമ്മതം എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഒരുപാട് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, എന്നാൽ അവരെന്തുവാണ് ഈ സമൂഹത്തിന് നൽകിയ ഗുണം എന്താണെന്നൊന്ന് പറയാവോ? ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് അവർ നൽകിയത്? നമ്മൾ ഈ ഇടയ്ക്കല്ലേ കണ്ടത് പ്രിയപ്പെട്ടവരെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൂടെ പഠിക്കുന്ന ഒരുവൻ ഗർഭിണിയാക്കി. ഈ ലിംഗസമ്മതം എന്ന് പറഞ്ഞ് ഒരുപാട് അങ്ങോട്ട് സ്വാതന്ത്ര്യം നൽകാൻ നോക്കിയവർ ഈ ലോകത്ത് ഈ സമൂഹത്ത് നൽകിയ സമ്മാനമാണ് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഈയിടയ്ക്കല്ലേ കണ്ടത്, 19 വയസ്സുള്ള ഒരു കുട്ടി, അവള് മയക്കുമരുന്നിന് വേണ്ടി എന്താണ് സ്വന്തം ശരീരം വിറ്റു. അതിലൂടെ 19 പേർക്ക് എയ്ഡ്സ് രോഗം വന്നു. ഇതാണ് ഇവരൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത്. ലിംഗസമത്വം എന്ന് പറയുന്ന ആ ഒരു നാമത്തെ തെറ്റിദ്ധാരണ ഇന്നുണ്ടാക്കുകയാണ് പല ആളുകളും. ആ ഒരു നാമത്തെ വെച്ചുകൊണ്ട് ആണും പെണ്ണും രണ്ടാണ്. അവരുടെ ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും. ആണിന് ചെയ്യാൻ പറ്റാത്ത കാര്യം പെണ്ണിന് ചെയ്യാൻ പറ്റും, പെണ്ണിന് ചെയ്യാൻ പറ്റാത്ത കാര്യം ആണിന് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിവുകളുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് അവരെ ഉയർത്തിക്കൊണ്ട് വരലാണ് ഏറ്റവും നല്ല ലിംഗസമത്വം എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ആണിനും പെണ്ണിനും ഒരേ രീതിയിൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് ആണിന്റെ വസ്ത്രം പെണ്ണിനെ ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി മാറി. അപ്പോൾ എന്ത് ചെയ്തു? പല പ്രശ്നങ്ങളിലേക്കും ഇന്ന് വന്നു. പലർക്കും ഇന്ന് ഡിപ്രഷനിലേക്കും പോവുകയും ചെയ്തു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധമായി ദീനുൽ ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ അന്യ പെണ്ണുങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞാൽ മോശമായ കാര്യങ്ങൾ സംസാരിക്കരുതേ. അവരുടെ കയ്യെ നിങ്ങൾ നേരെ അവരെ പെണ്ണിനെ തുടരുതേ. അതുപോലെ തന്നെ അവളുടെ ഔറത്തിലേക്ക് നോക്കരുതേ. ഒക്കെ പുരുഷന്മാർക്ക് പരിശുദ്ധമായി ദീനുൽ ഇസ്ലാം വിലക്ക് നൽകിയത്. അതുപോലെ തന്നെ ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ നിന്റെ ഔറത്ത് വെളിവാകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ നീ ധരിക്കരുതേ എന്നൊക്കെ പെണ്ണിനോടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായി ദീനുൽ ഇസ്ലാം കൽപ്പിച്ചത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറതു അലൈഹാ മലായികത്തുൻ ഇലാദുൻ സിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ, കുടുംബക്കാരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ നാളെ ഇവരെല്ലാം വിറകുകൊള്ളികളാണ്, നരകത്തിന്റെ വിറകുകൊള്ളികളാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ പറയും, ഇത് ഉമ്മാനെയും ഭാര്യയും തിരിച്ചറിയാത്തവരാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട്. എടോ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഉമ്മയെയും ഭാര്യയും വേർതിരിച്ച് പഠിപ്പിക്കുന്ന മതം തന്നെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ വ്യക്തമായി തന്നെ ഒരു മസ്അല തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുവാ? ലിഹാർ എന്ന് പറയുന്ന ഒരു മസ്അല. അത് നമ്മൾ പഠിക്കേണ്ട. പല കുടുംബ ജീവിതത്തിലും ഇന്ന് പറ്റുന്ന ഒരു വലിയൊരു അബദ്ധമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. എന്താണെന്നറിയുമോ? വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു മസ്അലയാണ് എന്ത്? ലിഹാർ. ഇന്ന് പല കുടുംബ ജീവിതത്തിലും അത് സംഭവിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ചില പുരുഷന്മാര് ഭാര്യമാരോട് സ്നേഹം കൂടുമ്പോൾ പറയുന്ന വർത്തമാനമാണ്, നീ എൻ്റെ ഉമ്മയെ പോലെയാണെന്ന്. അങ്ങനെ ഒരിക്കലും പറയരുത്. നിന്റെ സ്നേഹം എൻ്റെ ഉമ്മയുടെ സ്നേഹം പോലെയാണ്, നിന്റെ കൈ എൻ്റെ ഉമ്മയുടെ കൈ പോലെയാണ്, നിന്റെ മുഖം എൻ്റെ ഉമ്മയുടെ മുഖം പോലെയാണ് എന്ന് ഉമ്മയുമായിട്ട് സ്വന്തം ഭാര്യയെ താരതമ്യം ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ കുടുംബജീവിതത്തിൽ, പലരുടെയും കുടുംബജീവിതത്തിൽ ഇന്ന് കണ്ടുവരുന്നുണ്ട്. അത് എത്രമാത്രം ഗുരുതരമാണെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ലിംഗസമത്വം എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോൾ, അത് ശരിയായ രീതിയിൽ പറഞ്ഞു തരുമ്പോൾ അവർ ഞരമ്പ് രോഗികളാണ്, അല്ലെ അവർക്ക് ഉമ്മയും ഭാര്യമാരും തിരിച്ചറിയത്തില്ല എന്ന് പറയുന്ന വെപ്രാളപ്പെട്ട് പറയുന്ന ചില ആളുകളും ഉണ്ടല്ലോ.
അവരും കൂടെ മനസ്സിലാക്കിക്കോ ദീൻ പറയുന്നത് എന്താണെന്ന്. ഭാര്യയും ഉമ്മയും തിരിച്ചറിയാൻ വിശുദ്ധമായ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. എന്താണ് ഒരിക്കലും കുടുംബജീവിതത്തിൽ നമ്മൾ ഭാര്യയെ ഉമ്മയുമായിട്ട് സാദൃശ്യപ്പെടുത്തി പറയരുത്. അത് എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണെന്ന് നാം മനസ്സിലാക്കണം. കൻസ് ദഖായിഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് വളരെ ചുരുക്കത്തിൽ അത് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്ന ഒരു വാക്കാണ് അന്തി അലയ്യ ലഹരി ഉമ്മി. അതായത് അന്തി അലയ്യ ലഹരി ഉമ്മി എന്ന് പറഞ്ഞാല് നിന്റെ മുതുക് എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് ഒരു വർത്തമാനം പറയുന്ന ഭർത്താക്കന്മാര്. അതായത് സ്വാഭാവികമായിട്ട് നാം മനസ്സിലാക്കണം, നിന്റെ മുഖം എൻ്റെ ഉമ്മയെ പോലെയാണ്, നിന്റെ സ്നേഹം എൻ്റെ ഉമ്മയെ പോലെയാണ്, നിന്റെ കണ്ണ് എൻ്റെ ഉമ്മയുടെ കണ്ണ് പോലെയാണ് എന്ന് പറയൽ എന്താണ്? ലിഹാറിന്റെ വാക്കാണ്. അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പറയുന്നത് എത്രമാത്രം ഗുരുതരമായ അപകടമാണെന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധമായ ഖുർആനിൽ ജുസുവില് സൂറത്തുൽ മുജാദില എന്ന് പറയുന്ന സൂറത്ത്, ആ സൂറത്തിന്റെ ഒരു പേജ് ഈ ഒരു മസ്അലയെ കുറിച്ച് പറയുന്നതാണ്. നാം മനസ്സിലാക്കണം എന്തേ? ഔസ് ഇബ്നു സാമിത്ത് എന്ന് പറയുന്ന ഒരു പുരുഷൻ ഖൗല ബിന്ത് സാലബ റളിയല്ലാഹു അൻഹ തന്നെ പറയണം. ആ മഹദിയോട് പറഞ്ഞ ഒരു വാക്കിലൂടെയാണ് ഈ ഒരു മസ്അല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. എന്താണ്? വിശുദ്ധമായ ഖുർആൻ തന്നെ അവിടുന്ന് പറയട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹ് പറയുകയാണ്, നബിയേ, അങ്ങയോട് ഭർത്താവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന അള്ളാഹുവിലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്ത ഒരു പെണ്ണിന്റെ വാക്ക് അള്ളാഹു സ്വീകരിച്ചു നബിയേ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം, അതായത് ഭാര്യയുടെയും ഭർത്താവിന്റെയും സംഭാഷണം അള്ളാഹു കേട്ടിരുന്നു. തീർച്ചയായും ഇന്നല്ലാഹു സമീഉൻ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നബിതങ്ങൾക്ക് അയച്ചു കൊടുത്തു. എങ്ങനെ? ഈ ഖൗല ബിന്ത് സാലബ എന്ന് പറയുന്ന പെണ്ണ് ഔസ് ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന തന്റെ ഭർത്താവിൽ നിന്ന് ലിഹാറിന്റെ വാക്ക് സംഭവിച്ചു പോയി. അപ്പോ ഇത് ഇനി ഭാര്യ ഭർത്താവ് അന്നത്തെ കാലത്ത് ഈ ലിഹാർ എന്ന് പറഞ്ഞാല് ത്വലാഖായിരുന്നു. അങ്ങനെ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് കേട്ടോ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്നെ ഔസ് ഇബ്നു സാബിത്ത് എന്നെ ലിഹാറിന്റെ വാക്കുകൾ പറഞ്ഞു, എന്തേലും വഴിയുണ്ടോ, ഇതിൽ നിന്ന് വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല, കൈവിട്ടു പോയെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് എന്ത് സംഭവിച്ചു? ആ പെണ്ണ് അള്ളാന്റെ റസൂലിനോട് തർക്കിക്കുകയാണ്. ത്വലാഖൊന്നും അല്ലല്ലോ സംഭവിച്ചത്, അങ്ങനെ അതൊക്കെ ഇങ്ങനെ തർക്കിച്ചു. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞു, ഒരു രക്ഷയില്ല, സംഭവിച്ചു പോയി എന്നിങ്ങനെ അള്ളാന്റെ റസൂല് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണ് നേരെ പോയിട്ട് അള്ളാഹുവിനോട് നിസ്കരിച്ചു ദുആ ചെയ്ത്, അള്ളാഹുവേ, എനിക്ക് കുഞ്ഞു മക്കളാണ്, അറിയാതെ സംഭവിച്ചു പോയതാണ്, അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ, എന്തെങ്കിലും ഒരു പരിഹാരം കാണണേ, എനിക്ക് ചെറിയ മക്കളാണ് അള്ളാഹ് ഉള്ളത്, ആ മക്കളെ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോകും. അതേസമയം എൻ്റെ ഭർത്താവിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഭർത്താവിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അവർ പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോകും നബിയെ എന്ന് എന്ന് ദുആ ചെയ്തുകൊണ്ട് അവിടെ പൊട്ടിക്കരഞ്ഞപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഖദ് സമീഅല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി എന്ന് പറയുന്ന ആയത്ത്. എന്നിട്ട് അതിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, നബിയെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായ ഒരു സംഭാഷണത്തിലൂടെ അതിലൂടെ ലിഹാർ സംഭവിച്ചതിനെ കുറിച്ച് അങ്ങയോട് വന്ന് തർക്കിക്കുന്ന ഒരു പെണ്ണിന്റെ സംസാരം അല്ലാഹ് കേട്ടു. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്, അത് അള്ളാഹു സ്വീകരിച്ചു നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത് എന്താണെന്നറിയുമോ? കേൾക്കുക.
കുടുംബജീവിതം നയിക്കുന്നവർ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തം ഭാര്യ ഉമ്മയോട് സാദൃശ്യപ്പെടുത്തി പറയുന്ന വിഷയമാണ്. കേൾക്കുക, വിശുദ്ധമായ ഖുർആൻ പറയുന്നത് എത്രയോ വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന്. എന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولن منكرا من القول وزورا وإن الله لعفو غفور. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളിൽ നിന്നും അവരുടെ ഭാര്യമാരോട് ലിഹാർ ചെയ്യുന്നത് അവർ അബദ്ധമാണ് പറയുന്നത്, അവർ അബദ്ധമാണ് കാണിക്കുന്നത്, പ്രവർത്തിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ മാതാവ് നിങ്ങളുടെ ഭാര്യമാരല്ല, നിങ്ങൾക്ക് ജന്മം നൽകിയവർ തന്നെയാണ് നിങ്ങളുടെ മാതാക്കള്. അവരല്ലാതെ വേറെ ആരും നിങ്ങൾക്ക് മാതാക്കളാവുകയില്ല. അതുകൊണ്ട് ഉമ്മമാരെ സാദൃശ്യപ്പെടുത്തി തന്റെ ഭാര്യമാരിലേക്ക് ചേർത്ത് പറയല്, നിന്റെ കണ്ണ് എൻ്റെ ഉമ്മയുടെ പോലെയാണ്, നിന്റെ സ്നേഹം എൻ്റെ ഉമ്മയുടെ പോലെയാണ് എന്ന് പറയൽ എന്താണ്? അത് ശരിക്കും കളവ് പറയലാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയരുത്. അത് ലിഹാറിന്റെ വാക്കാണ്. തീർച്ചയായും അള്ളാഹു പുറത്തു തരുന്നവനും കരുണ ചെയ്യുന്നവനുമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെയും പറയുകയാണ്, കേട്ടോളിൻ, والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير ركبة قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, നിങ്ങളുടെ ഭാര്യമാരെ ലിഹാർ ചെയ്താൽ പിന്നീട് അതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്നവർ, അവൻ രണ്ടുപേരും ശാരീരിക ബന്ധം കൂടുന്നതിന് മുമ്പ് ഒരു അടിമയെ സ്വതന്ത്രമാക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് വരെ ലിഹാർ എന്താണ്? ഒരു ഭാര്യയെ ഉമ്മയുമായിട്ട്, ഒരു ഭാര്യയെ ഭർത്താവ് ഉമ്മയുമായി സാദൃശ്യപ്പെടുത്തി പറയുന്ന വാക്കുകൾ, ലിഹാറിന്റെ വാക്കുകൾ, അത് തൊലാഖായിരുന്നു. പിന്നീട് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഖൗല ബിൻത് സാലബ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തപ്പോൾ അല്ലാഹു ആയത്തിറക്കി, നബിയെ, ഇത് ഇനി തൊട്ട് തൊലാഖല്ല, ഇത് ലിഹാറിന്റെ വാക്കുകളാണ്. ഇതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ എന്താണ്? പ്രായച്ചിത്തം മതി. ഇന്നത്തെ കാലഘട്ടത്തിലും ഇങ്ങനെ ഏതെങ്കിലും ഭർത്താക്കന്മാര് തന്റെ ഉമ്മയുമായിട്ട് ഭാര്യമാരെ സാദൃശ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിഹാറിന്റെ വാക്കുകളാണ്. പിന്നീട് നിങ്ങൾ ശാരീരിക ബന്ധം കൂടണമെങ്കിൽ നിങ്ങൾ പ്രായച്ചിത്തം ചെയ്യണം. എന്താണ് ആ പ്രായച്ചിത്തം ചെയ്യേണ്ടതെന്നറിയുമോ? വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, കേൾക്കണം. എന്താണ്? فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب عليم. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ, അതായത് 21-ാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യമാരോട് ഇങ്ങനെ ലിഹാറിന്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ എൻ്റെ ഉമ്മയെ പോലെയാണ്, നിന്റെ മുതുക എൻ്റെ ഉമ്മയുടെ മുതുക പോലെയാണെന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് പറഞ്ഞ, നിന്റെ സ്നേഹം എൻ്റെ ഉമ്മയുടെ സ്നേഹം പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ ഉമ്മയോട് സാദൃശ്യപ്പെടുത്തി ഭാര്യമാരെ കാണുന്നത് ലിഹാറിന്റെ വാക്കുകളാണ്. അങ്ങനെ ആ ഏതെങ്കിലും ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്
കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രായച്ചിത്തം കൂടാതെ നിങ്ങൾ ശാരീരിക ബന്ധം കൂടരുത്. അങ്ങനെ ശാരീരിക ബന്ധം കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഹറാമിൻ്റെതാണ്. അതിലൂടെ കുട്ടി ജനിച്ചാല് അത് ഹറാമിന്റെ രീതിയിൽ ഉണ്ടായ കുട്ടിയായിരിക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്താണ് പ്രായച്ചിത്തം? ഫമല്ലം യജിദ് ഫസിയാമു ശഹ്റൈനി, 2 മാസം തുടരെ നിങ്ങൾ നോമ്പ് പിടിക്കണം. അതിന് പ്രായച്ചിത്തമാണ്. എന്നിട്ട് ഷഹ്റൈനി മുതതാബിയൈനി മിൻ ഖബലി അയ്യതമാസ, യതമാസ എന്ന് പറഞ്ഞ ശാരീരിക ബന്ധം കൂടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആ ശാരീരിക ബന്ധം പിന്നീട് ഹലാലാകണമെങ്കിൽ, നിന്റെ ഭാര്യയെ തൊടണമെങ്കിൽ ഹലാലാകണമെങ്കിൽ, സംസാരിക്കുന്നത് ഹലാലാകണമെങ്കിൽ, അവളുമായി ശാരീരിക ബന്ധം കൂടുന്നത് ഹലാലാകണമെങ്കിൽ 2 മാസം നിങ്ങൾ തുടരെ നോമ്പ് പിടിക്കണം. അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് നിങ്ങൾ എന്താണ് ഭക്ഷണം നൽകണമെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ദാലിക ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി, ഇതെല്ലാം അല്ലാഹുവിനെ അവന്റെ റസൂലിനെയും വിശ്വസിക്കുന്നവർക്കാണ്, വിശ്വസിക്കാൻ വേണ്ടിയാണത്രേ. വതിൽക ഹുദൂദുല്ലാഹി വലിൽ കാഫിരീന അദാബുൻ അലീം, ഇവകളെല്ലാം അല്ലാഹുവിന്റെ നിയമങ്ങളാകുന്നു. ഇതിനെ ലാഘവത്തോടെ കാണുന്ന അവിശ്വാസികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഇസ്ലാമിൽ, ദീനുൽ ഇസ്ലാമിൽ എന്താണ്? ഉമ്മയെ ഉമ്മയായും പെണ്ണിനെ പെണ്ണുമായി കാണാൻ തന്നെയാണ് പഠിപ്പിക്കുന്ന മതം തന്നെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് ഈ ദീനിനെ കുറിച്ച് തെമ്മാടിത്തരം പറയുന്നവര് മനസ്സിലാക്കിക്കോ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, പറഞ്ഞു വരുന്നത്, അപ്പൊ സാലിഹത്തായ ഒരു ഭാര്യ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. ഇനി രണ്ടാമതായി ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യം എന്താണെന്നറിയുമോ? ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യം എന്താണെന്നറിയുമോ? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് കേട്ടോളിൻ. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, രണ്ടാമതായി ജീവിത സൗഭാഗ്യത്തിൽപ്പെട്ട കാര്യം എന്താണെന്നറിയുമോ? രണ്ടാമതായി ജീവിത സൗഭാഗ്യത്തിൽപ്പെട്ട കാര്യത്തിൽപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, വൽ മസ്കനുൽ വാസിഉ, വിശാലതയുള്ള ഒരു ഭവനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. വിശാലതയുള്ള ഒരു ഭവനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.